ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 110 ശ്ലോകം മുതൽ നമുക്കൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സ്വാഹാ സ്വധാ മതിർമേധ ശ്രുതിർ സ്മൃതിരനുത്തമ. സ്വാഹ അതായത് സ്വാഹാ സ്വരൂപിണിയായ ദേവി. സ്വാഹ എന്നാൽ അഗ്നിയുടെ പത്നിയാണ്. ദേവയജ്ഞത്തിൽ ദേവപ്രീതിക്കായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്വാഹ. അടുത്തത് സ്വധാ. സ്വധാ സ്വരൂപിണിയായ ദേവി, അത് പിതൃയജ്ഞത്തിൽ പിതൃക്കളുടെ പ്രീതിക്കായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് സ്വധാ. അത് രണ്ടും ദേവി സ്വരൂപമാണെന്നാണ് പറയുന്നത്. അമതിർ, അമതി എന്ന് വെച്ചാൽ അവിദ്യാസ്വരൂപിണിയായ ദേവി. നമ്മൾ മുമ്പും കണ്ടു കഴിഞ്ഞു അവിദ്യാസ്വരൂപിണി, അത് മായാശക്തിയാണ് അവിദ്യ എന്ന് പറയുന്നത്. അതാണ് അമതി. മേധ, മേധാസ്വരൂപിണിയായ ദേവി, ജ്ഞാനസ്വരൂപിണിയായ ദേവി. പ്രപഞ്ചത്തിലും മനുഷ്യനിലും ഒക്കെ ഉള്ള വിജ്ഞാന ശക്തിയാണ് മേധ. എല്ലാ ജീവികളിലും ബുദ്ധിരൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. ശ്രുതി, ശ്രുതി എന്ന് വെച്ചാൽ വേദസ്വരൂപിണി, അതാണ് ശ്രുതി. വേദമാണ്. വേദസ്വരൂപിണിയായ ദേവി, അതാണ് ശ്രുതി. സ്മൃതി, സ്മൃതി രൂപത്തിലുള്ള ദേവി. കാലത്രേ സ്മരണ ഉള്ളതുകൊണ്ടാണ് ദേവിയെ സ്മൃതി എന്ന് പറയുന്നത്. അനുത്തമ, അത്യുത്തമയായ ദേവി. ദേവിയേക്കാൾ ഉത്തമയായി മറ്റൊന്നുമില്ല, അതാണ് അനുത്തമ. അടുത്തത് പുണ്യകീർത്തി, പുണ്യലഭ്യ, പുണ്യശ്രവണ കീർത്തന. പുണ്യകീർത്തി, പുണ്യകീർത്തിയായ ദേവി. പുണ്യലഭ്യ, പുണ്യം കൊണ്ട് ലഭിക്കാവുന്ന ദേവി. അതായത് മുജ്ജന്മ സുകൃതം ഫലമായിട്ടാണ് നമുക്ക് ദേവിയിൽ ഭക്തി ഉണ്ടാവുന്നത്. ആ മുജ്ജന്മ സുകൃതമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദേവിയിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവുകയുള്ളൂ. അതാണ് പുണ്യലഭ്യ. പുണ്യശ്രവണ കീർത്തന, അതായത് അവിടുത്തെ ചരിതങ്ങൾ കേൾക്കുന്നതും ഗുണങ്ങൾ കീർത്തിക്കുന്നതും പുണ്യകരമായിട്ടുള്ള ദേവി. അതാണ് പുണ്യശ്രവണ കീർത്തന. അടുത്തത് പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക. പുലോമജാർച്ചിത, പുലോമജ എന്നാൽ ഇന്ദ്രാണി എന്നർത്ഥം. അപ്പോൾ ഇന്ദ്രാണിയാൽ പൂജിക്കപ്പെട്ട ദേവി. ഒരു കഥയുണ്ട്. ബ്രഹ്മഹത്യാ പാപം ഭയന്ന് ഇന്ദ്രൻ താമരത്തണ്ടിൽ ഒളിച്ചിരുന്നു. അപ്പോൾ നഹുഷൻ ഇന്ദ്രനായി ദേവലോകം മുഴുവനും വാണു. അത് ഇന്ദ്രാണി അപ്പോൾ ദേവി പൂജ ചെയ്ത് ഭർത്താവിൻ്റെ സ്ഥാനം തിരിച്ചു കിട്ടി. അതാണ് ഇവിടെ ഇന്ദ്രാണിയാൽ പൂജിക്കപ്പെട്ട ദേവി എന്ന് പറയുന്നത്. പുലോമജാർച്ചിത ബന്ധമോചിനി, ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ദേവി. നമ്മളെ സാരബന്ധത്തിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും ഒക്കെ ദേവി ഭക്തരെ മോചിപ്പിക്കുന്നു. ബാണാസുരൻ്റെ തടവിൽ നിന്നും ദേവിയുടെ കൃപ കൊണ്ട് അനിരുദ്ധൻ മോചിതനായി എന്ന കഥ നമുക്കറിയാം. അതാണ് ബന്ധമോചിനി. ബർബരാളക, ബർബരം അളകം, അതായത് പാറിക്കളിക്കുന്ന അളകം, കുറുനിരകളോട് കൂടിയ ദേവി. അതാണ് ബർബരാളക. അടുത്തത് വിമർശരൂപിണി വിദ്യ വേദാദി ജഗത്പ്രസുഹു. വിമർശരൂപിണി, വിമർശരൂപിണിയായ ദേവി. അതായത് ബ്രഹ്മത്തിൽ ലയിച്ചു കിടക്കുന്ന ഒരു സ്പന്ദന ശക്തിയാണ് വിമർശം. അത് ചരാചരമായ ജഗത്തിനെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതാണ് ഇവിടെ വിമർശരൂപിണിയായ ദേവി എന്ന് പറയുന്നത്. വിമർശരൂപിണി. അടുത്തത് വിദ്യ, വിദ്യാസ്വരൂപിണിയായ ദേവി. അതായത് ആത്മവിദ്യയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിദ്യ വിയദാദി ജഗത് പ്രസുഹു. വിയദ് ആദി, വിയദ് എന്ന് വെച്ചാൽ ആകാശം, ആകാശാദി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദേവി. അതാണ് വിയദാദി ജഗത് പ്രസുഹു. അടുത്തത് സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി. സർവവ്യാധി പ്രശമനി, എല്ലാ വ്യാധികളെയും ശമിപ്പിക്കുന്ന ദേവി. അതായത് ദേവി പ്രസാദത്താൽ വ്യാധികളൊക്കെ മാറിക്കിട്ടും. സർവമൃത്യുനിവാരിണി, എല്ലാവിധ മൃത്യു എന്ന് വെച്ചാൽ അപകടത്തെയും മരണത്തെയും ഒക്കെ അകറ്റുന്ന ദേവി.
അത് ആത്മജ്ഞാനി മൃത്യുവിനെ തരണം ചെയ്യുന്നു എന്നൊരർത്ഥത്തിലും ഇവിടെ പറയുന്നുണ്ട്. അതാണ് സർവമൃത്യു നിവാരിണി. അടുത്തത് അഗ്രഗണ്യ അചിന്യരൂപ കലി കന്മഷനാശിനി. അഗ്രഗണ്യ, അതായത് എല്ലാറ്റിലും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവി, അതാണ് അഗ്രഗണ്യ. അചിന്യരൂപ, ചിന്തയ്ക്ക് അതീതമായ ദേവി, അതാണ് അചിന്യരൂപ. കലി കന്മഷനാശിനി, അതായത് കലിയുഗത്തിലെ പാപങ്ങളെയൊക്കെ അകറ്റുന്ന ദേവി. കലികാലത്ത് അധർമ്മവും പാപവൃത്തിയും ഒക്കെ വർദ്ധിക്കും. അതിന് പരിഹാരം ദേവീസ്തുതി, ദേവീനാമജപം, പൂജ, ധ്യാനം എന്നിവയൊക്കെയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ദേവിയുടെ, പരാശക്തിയായ ജഗദംബികയുടെ പാദങ്ങളെ സ്മരിക്കുക എന്നതാണ്. അതാണ് കലി കന്മഷനാശിനി. അടുത്തത് കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. കാത്യായനിയായ ദേവി. കാത്യായനി, കഥൻ എന്ന ഒരു മഹർഷിയുടെ പുത്രിയാണ് കാത്യായനി. എല്ലാ ദേവന്മാരുടെയും തേജസ് ഒന്നായി തീർന്നതാണ് കാത്യായനി. ഈ ജഗദംബിക ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് കാത്യായനിയായ ദേവിയും. കാലഹന്ത്രി, കാലഹന്ത്രി എന്ന് വെച്ചാൽ കാലസംഹാരിണിയായ ദേവി. നമ്മുടെ കഷ്ടകാലത്തെ എല്ലാം നമുക്ക് ദേവി ഉപാസന കൊണ്ട് തരണം ചെയ്യാൻ പറ്റും. അതാണ് കാലഹന്ത്രി. കമലാക്ഷ നിഷേവിത, കമലാക്ഷൻ ആരാണ്? മഹാവിഷ്ണു. മഹാവിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്ന ദേവി, അതാണ് കമലാക്ഷ നിഷേവിത. അടുത്തത് താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ. താംബൂലപൂരിതമുഖി, അതായത് മുമ്പുള്ള ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കർപ്പൂര വീടിക എന്ന താംബൂലം ദേവി മുറുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വെറ്റില മുറുക്കുന്ന ദേവിയുടെ ആ സന്തോഷം കൊണ്ട് പൂരിതമായ, ആ പ്രഭ കൊണ്ട് പൂരിതമായ മുഖത്തോടു കൂടിയത്, അതാണ് താംബൂലപൂരിതമുഖി. ദാഡിമീ കുസുമപ്രഭ, ദാഡിമീ കുസുമപ്രഭ. ദാഡിമം എന്നാൽ മാതളം. അപ്പോൾ ദാഡിമീ കുസുമം എന്ന് വെച്ചാൽ മാതളപ്പൂവിൻ്റെ കാന്തിയുള്ള ദേവി. അത് കടുത്ത ചുവന്ന നിറമുള്ള അങ്ങനെ കാന്തിയുള്ള ദേവി, അതാണ് ദാഡിമീ കുസുമപ്രഭ. അടുത്തത് മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി. മൃഗാക്ഷി, മൃഗം, മാൻപേടയുടേതുപോലുള്ള മനോഹരമായ നേത്രങ്ങളുള്ള അക്ഷി, നേത്രങ്ങളുള്ള ദേവി, അതാണ് മൃഗാക്ഷി. മോഹിനി, ലോകത്തെല്ലാം മോഹിപ്പിക്കുന്ന ദേവി. നമുക്കറിയാം, മോഹിനി രൂപവുമായി താതാത്മ്യം പ്രാപിച്ചാണ് മഹാവിഷ്ണു പാലാഴി മഥന സമയത്ത് മോഹിനി രൂപം സ്വീകരിച്ചത്. അതാണിവിടെ മോഹിനി മുഖ്യ. മുഖ്യ, എല്ലാറ്റിലും പ്രമുഖ സ്ഥാനമുള്ള ദേവി, അതാണ് മുഖ്യ. മൃഡാനി, മൃഡൻ, മുമ്പുള്ള ശ്ലോകത്തിലും കണ്ടു. ഇവിടെ പദം ആവർത്തിക്കുന്നുണ്ട്. മൃഡൻ എന്നാൽ ശിവൻ, മൃഡാനി എന്ന് വെച്ചാൽ പരമശിവന്റെ പത്നിയായ ദേവി, അതാണ് മൃഡാനി. മിത്രരൂപിണി, മിത്രരൂപിണിയായ ദേവി, ലോകരുടെ എല്ലാം ബന്ധുവാണ് ദേവി. നമ്മുടെ എല്ലാം ഭക്തരുടെ എല്ലാം ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ദേവി, അതാണ് മിത്രരൂപിണി. അടുത്തത് നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി. നിത്യതൃപ്ത, അതായത് സദാ സന്തുഷ്ടയായ ദേവി, അതാണ് നിത്യതൃപ്ത. ഭക്തനിധി, ഭക്തന്മാരുടെ നിധിയാണ്. നമുക്ക് ദേവീപ്രസാദം ഉണ്ടായാൽ മറ്റൊന്നും വേണ്ട, അതാണ് ഭക്തനിധി. നിയന്ത്രി, നിയന്ത്രി എന്ന് വെച്ചാൽ എല്ലാം നിയന്ത്രിക്കുന്ന ദേവി. പ്രപഞ്ചത്തെ ആകമാനം നിയന്ത്രിക്കുന്ന ശക്തിയാണ് ദേവി, അതാണ് നിയന്ത്രി. നിഖിലേശ്വരി, എല്ലാവരുടെയും ഈശ്വരിയായ ദേവി. അടുത്തത് മൈത്രിയാദിവാസന ലഭ്യ മഹാപ്രളയസാക്ഷിണി. മൈത്രിയാദിവാസന ലഭ്യ, അതായത് മൈത്രി മുതലായ ഭാവനകളാൽ, വാസനകളാൽ ലഭ്യയായ ദേവി. ഇവിടെ പറയുന്നത് മൈത്രി, കരുണ, സന്തോഷം, ഉപേക്ഷ എന്നിവയാണ് പല ഭാവനകൾ, പല വാസനകൾ. അത് സുഖികളിൽ മൈത്രി, ദുഃഖിതരിൽ കരുണ വേണം. സജ്ജനങ്ങളെ കാണുമ്പോൾ സന്തോഷം വേണം.
പാപികളിൽ, ദുർജനങ്ങളിൽ, അതായത് നമ്മളെ ദ്വേഷിക്കുന്നവരിൽ ഉപേക്ഷ വേണം. അവരെ വെറുക്കുകയല്ല, ഉപേക്ഷ, അതായത് ഒരു ഉദാസീന ഭാവം. ഇങ്ങനെയുള്ള, അതായത് മൈത്രി മുതലായ ഭാവനകളാൽ ലഭ്യയായ ദേവി. ഈ ഭാവനകൾ നമ്മൾ അഭ്യസിച്ചാൽ, ഈ രീതിയിൽ നമ്മൾ അഭ്യസിച്ചാൽ മനസ്സിന് ശുദ്ധിയും പ്രസാദവും ഉണ്ടാവും. അപ്പോൾ ഈശ്വരജ്ഞാനവും നമുക്ക് പ്രത്യക്ഷമാവും. അതാണ് മൈത്രിയാദി വാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി. മഹാപ്രളയത്തിന് സാക്ഷിയായ ദേവി. ഇതും മുമ്പേ പറഞ്ഞു. മഹാപ്രളയകാലത്ത് ശിവൻ താണ്ഡവ നൃത്തം ചെയ്യുമ്പോൾ മഹാദേവി, പരാശക്തിയായ ജഗദംബിക മാത്രമേ അപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതാണ് മഹാപ്രളയ സാക്ഷിണി. ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം.